എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ദൈവനാമം ഒരിക്കലും ഒരിടത്തും ദുഷിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ള പ്രബോധനം ദൈവവചനത്തിലുടനീളം നാം കാണുന്നുണ്ട്. ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങളിൽ നാം കാണുന്നു. നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കുവാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്ര വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. അടിമകളുടെ ജീവിത ചര്യ ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. നുകത്തിൻ്റെ കീഴിൽ അടിമകൾ എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നു. അടിമത്വം നിലനിന്നിരുന്ന ആദ്യ നൂറ്റാണ്ടിൽ അവിശ്വാസികളായ യജമാനന്മാരുടെ അടിമത്വത്തിൽ കഴിയുന്ന വിശ്വാസികളായ അടിമകളെ പറ്റിയാണ് അപ്പോസ്തലൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. അതായത് യജമാനന്മാർ അവിശ്വാസികളാണ്, ദൈവമില്ലാത്തവരാണ്. അവരാണ് ജോലി നൽകുന്നത്, അവരാണ് കൂലി കൊടുക്കുന്നത്. എന്നാൽ വിശ്വാസികൾ, ആ യജമാനനെ സേവിക്കുന്ന അദ്ദേഹം വിശ്വാസിയാണ്, ക്രിസ്തു വിശ്വാസിയാണ്. ഈ അടിമകൾ യജമാനന്മാരോട് എങ്ങനെ വേണം പെരുമാറുവാൻ? അവർക്ക് വേണമെങ്കിൽ യജമാനന്മാരോട് മത്സരിക്കാം, അപമര്യാദയായിട്ട് പെരുമാറാം, ഒളിച്ചോടിപ്പോകാം, യജമാനനെ വഞ്ചിച്ച് വളരെ കുറച്ച് ജോലികൾ മാത്രം ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം യജമാനന്മാർ സകല മാനത്തിനും യോഗ്യരായിട്ട് അവർ എണ്ണട്ടെ എന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അവർക്ക് അർഹമായ ബഹുമാനം നൽകണം. വിശ്വസ്തയോടും അനുസരണത്തോടും കൂടി അവരുടെ കീഴിൽ അവർ പറയുന്ന വേല ചെയ്യണം. യജമാനന് പ്രയോജനമുള്ളവരായിട്ട് നിൽക്കണം. അങ്ങനെ വേണം ഒരു അടിമ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവിടെ അവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ആദിമ നൂറ്റാണ്ടിലെ ചരിത്രം നാം പഠിക്കുമ്പോൾ ക്രിസ്തു വിശ്വാസികളായ അടിമകൾക്ക് അവിശ്വാസികളായ അടിമകളെക്കാൾ വലിയ വില അന്ന് കൽപ്പിച്ചിരുന്നു. അടിമച്ചന്തകളിൽ ക്രിസ്തുവിശ്വാസിയായ ഒരു അടിമയെ വിൽക്കുവാനുണ്ടെന്നറിഞ്ഞാൽ എന്തു വില കൊടുത്തും ആ അടിമയെ വാങ്ങുവാൻ, കൈവശപ്പെടുത്തുവാൻ യജമാനന്മാർ അധ്വാനിക്കുമായിരുന്നു, പരിശ്രമിക്കുമായിരുന്നു. കാരണം ഒരു അടിമ ക്രിസ്തു ആണെങ്കിൽ അവൻ അനുസരണത്തോടും വിശ്വസ്തയോടും കൂടി തന്നെ സേവിച്ചു കൊള്ളും എന്ന് വിലയ്ക്ക് വാങ്ങുന്ന യജമാനന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു. താൻ അതുകൊണ്ട് അവനെ വാങ്ങുവാൻ മനസ്സുവെക്കും. കാരണം അന്നത്തെ കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിന് പൊതുസമൂഹം, ജാതീയ സമൂഹം, ദൈവമില്ലാത്തവർ പോലും നൽകിയ ഒരു അംഗീകാരമാണ് ഇങ്ങനെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസികളായിട്ടുള്ള അടിമകളെ തങ്ങളുടെ ജോലിക്ക് വേണ്ടി വില കൊടുത്ത് തിരഞ്ഞെടുക്കുന്നത്. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം തന്നെയാണ്. നാം നിമിത്തം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടുവാൻ പാടില്ല. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, അധ്വാനിക്കുന്ന ഇടങ്ങളിൽ നാം അവിശ്വസ്തത കാണിച്ചാൽ നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമമാണ് അവിടെ ദുഷിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ദൈവത്തെയാണോ ഇവൻ ആരാധിക്കുന്നത് എന്ന് അവിശ്വാസികൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിശ്വാസികൾക്ക് വലിയ വില ഉണ്ടായിരുന്ന ഒരു കാലം, അവരുടെ സ്ഥാനം അടിമയാണെങ്കിൽ പോലും ആ അടിമയ്ക്കൊരു മൂല്യം കൽപ്പിച്ചിരുന്ന ഒരു കാലമാണ് 1-ാം നൂറ്റാണ്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു,
ഒരിക്കലും നുകത്തിൻ്റെ കീഴിൽ ദാസന്മാരായിരിക്കുന്നവർ ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകും. നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അതിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം, ആത്മാർത്ഥതയുണ്ടായിരിക്കണം. അത് നാം ആരെ സേവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് മറ്റുള്ളവർ കാണണം. ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉള്ള വ്യത്യാസം നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടി മറ്റുള്ളവർ മനസ്സിലാക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടണം എന്ന് നമ്മളിവിടെ കാണുന്നു. വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും എന്ന് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിൽ വേണം നാം ജീവിക്കുവാൻ. നിർഭാഗ്യവശാൽ ദൈവനാമവും ക്രിസ്തീയ ഉപദേശവും പലപ്പോഴും പലയിടങ്ങളിലും ദുഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു കർത്തവ്യം അവിശ്വാസികളായ ആളുകൾ ഭരമേൽപ്പിച്ചാൽ അവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ക്രിസ്തീയ മൂല്യം കാണുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. തട്ടിപ്പും വെട്ടിപ്പും വ്യാജവും വഞ്ചനയും ഭോഷ്കും ഒന്നും ഒരു ക്രിസ്തു വിശ്വാസിയിൽ കാണാൻ പാടില്ല. അങ്ങനെ കാണുമ്പോൾ നഷ്ടപ്പെടുന്നത് ക്രിസ്തീയ സാക്ഷ്യം മാത്രമല്ല, ദൈവനാമം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് അവിടെ ദുഷിക്കപ്പെടുന്നത്. അതുണ്ടാകാൻ പാടില്ല എന്ന് പൗലോസിനോട് തീമോത്തിയോസിനോട് പൗലോസ് പറയുന്നു. ഇത് പഠിപ്പിക്കുവാൻ പറയുന്നു, ഇത് പ്രബോധിപ്പിക്കുവാൻ പറയുന്നു. അതായത് വിശ്വസ്തരായിട്ട് ജീവിക്കണം എന്നുള്ള പ്രബോധനമാണ് ഇവിടെ നൽകുന്നത്. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം പോലെ ഞങ്ങൾ ജീവിക്കട്ടെ. അവിടുത്തെ വിശ്വസ്തനായിരുന്നത് പോലെ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.